നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർ മയാമിയിലേക്ക് റോഡ്രിഗോ ഡി പോൾ എത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഡീൽ ഫൈനൽ സ്റ്റേജിലാണെന്ന് അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റിൻ ഡൂൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ അത് ഫബ്രീസിയോ റൊമാനോയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡീല് നടക്കാൻ പോകുന്നതാണ്. ഇന്നിപ്പോൾ ഇന്റർ മയാമിക്ക് കളിയുണ്ട്. ന്യൂയോർക്ക് റെഡ് ബുൾസുമായിട്ടാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് നാളെ പുലർച്ചെ 5 മണിക്കാണ് ആ കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ആവിർ മഷ്റാനോയോട് ചോദിക്കുന്നു, ഡി ബോൾ വരുമോ, ഡി ബോളിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്, വേൾഡ് ചാമ്പ്യനാണ് റോഡ്രിഗോ ഡി ബോൾ. തീർച്ചയായിട്ടും അവൻ്റെ വരവ്, അവൻ വരികയാണെങ്കിൽ ഞങ്ങൾക്കത് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഒബ്വിയസ്ലി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒന്നും ഒഫീഷ്യലായിട്ടില്ല. എന്നാൽ പോലും അവൻ വന്നാൽ ഞങ്ങൾക്കതൊരു ഹ്യൂജ് ഹെൽപ്പായിരിക്കും. ടീം നല്ല രൂപത്തിൽ ഇമ്പ്രൂവ് ആവും എന്നാണ് ഇപ്പോൾ ആവിർ മഷറാനോ പറയുന്നത്. അതേസമയം ഇന്റർ മയാമി ഇങ്ങനെ നിരന്തരം കളിക്കേണ്ടി വരികയാണ്. വേൾഡ് കപ്പിൽ 4 കളി കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചറവറ MLS കളിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ കളി പൊട്ടുകയും ചെയ്തു സിൻസിനാറ്റിയോട്. അപ്പോൾ ഇങ്ങനെ നിരന്തരം കളിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് മഷ്റാനോ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും നിരന്തരം മത്സരങ്ങളുണ്ട്, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെ ഫിനിഷ് ചെയ്യണം, ഈ മാരത്തൺ മത്സരങ്ങൾ. ഇപ്പം ഒരു വീക്കിൽ നിരന്തരം മത്സരങ്ങളാണ്. അടുത്ത 2 ആഴ്ചക്കിടയിലും മത്സരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായ രൂപത്തിൽ കളിച്ച് തീർക്കാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ആവിർ മഷറാനോ പറയുന്നു. എന്തായാലും ഇന്റർ മയാമി മികച്ച ഒരു പെർഫോമൻസ് ലിയോ മെസ്സിയുടെ കീഴിൽ MLS നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കളിയിൽ അവർക്ക് കാലിടറിയിട്ടുമുണ്ട്. ബട്ട് സ്റ്റിൽ അവർക്ക് അവരുടെ മത്സരങ്ങളെല്ലാം വിജയിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് കയറാവുന്നതുകൊണ്ട് നോക്കുക. 20 കളികളിൽ നിന്ന് 38 പോയിൻ്റാണ് മയാമി. അവർ 5ാം സ്ഥാനത്താണ്. മറ്റ് ടീമുകൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് അവരുടെ കളികൾ കളിച്ചുകൊണ്ട് 23 കളികളായിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ 1ാമതുള്ള ടീമിന് 23 കളിയിൽ നിന്ന് 46 പോയിൻ്റാണ്. അപ്പം 3 കളികൾ കുറവാണ് ഇപ്പോൾ ഇന്റർ മയാമിക്കുള്ളതെന്ന് കാര്യം നോക്കുക. ആ 3 കളികൾ അവർ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താനും പറ്റും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.